വെൽക്കം ടു സായ ഡിസൈൻസ്. എൻ്റെ പേര് സാൻഡ്ര. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മീഷോ ഫൈൻസ് ആണ് കേട്ടോ ഇതായി കിടക്കുന്നതൊക്കെ. 3 ബോക്സിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇതിനകത്ത് കുറച്ച് പാത്രങ്ങളുണ്ട്, പിന്നെ കട്ടിംഗ് ബോർഡ് ഉണ്ട്, പിന്നെ ഞാൻ മീഷോ എന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ക്ലോക്ക്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ആണ് കേട്ടോ ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാവേ. പിന്നെ നമ്മുടെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഞാനില്ലേ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് കുറേ ഫാമിലി ഉണ്ടല്ലോ, അപ്പോൾ അവരെല്ലാവരും ഇതിനി ഈ കമൻറ്റ് ചെയ്യുന്ന പരിപാടി അറിഞ്ഞിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു സ്റ്റോറി ഇട്ടു. അവർ ആ സ്റ്റോറിക്ക് മെസ്സേജ് ആയിട്ട് ഇന്ന ഐറ്റം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് റിപ്ലൈ ചെയ്തു. അപ്പോൾ സ്റ്റോറിക്കല്ല റിപ്ലൈ ചെയ്യേണ്ടത്, നമ്മുടെ മീഷോൻ്റെ വീഡിയോസിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ ഏതാണ് വേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അത് കമൻറ്റ് ചെയ്യുന്നത് മാത്രം പോരാ, നിങ്ങൾ നല്ല നമുക്ക് കാണുമ്പോൾ ഇത് കൊള്ളാം, ഈ കമൻറ്റ് കൊള്ളാം എന്ന് തോന്നുന്ന രീതിയിൽ നല്ല കമൻറ്റ്. ഇപ്പോൾ ചുമ്മാ ഒരു കമൻറ്റ് എനിക്ക് അത് വേണമെന്ന് പറയാൻ ആർക്കും പറ്റുമല്ലോ. നല്ല കമൻറ്റ് കിട്ടില്ല, 4 പേർക്കല്ലേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നല്ല കമൻറ്റുള്ള 4 പേരെ നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇതാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വെറും 56 രൂപയാണ്. ഇത് കടയിൽ എത്രയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. നല്ല ക്വാളിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പ്രൊഡക്റ്റാണ്. ഞാൻ യൂസ് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. നമുക്കിങ്ങനെ പെട്ടെന്ന് ഈ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തില്ല, അതിൽ നിന്ന് ഇങ്ങനെ തരി പോലെ വരും. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന് അത് പ്രശ്നമാണ്. എനിക്കങ്ങനെ അത് എടുക്കാൻ തോന്നിയിട്ടില്ല. എൻ്റെ കയ്യിൽ ഉണ്ട്, പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാനപ്പോൾ തടിയുടെ നോക്കിയിട്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇതിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അധികം യൂസ് ചെയ്തില്ല കേട്ടോ, 1-2 തവണ യൂസ് ചെയ്തിട്ടുള്ളൂ. അതിൽ പാടൊന്നും അങ്ങനെ വന്നിട്ടില്ല. പുതിയ ഐറ്റമാണ്, ഇപ്പോൾ വന്നിട്ട് 2 ദിവസം എന്തോ ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് നോക്കിയതാണ് ഇങ്ങനെ പൊടിഞ്ഞ് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല. ഇതിൻ്റെ ഷോപ്പിലെ റേറ്റ് എനിക്കറിയത്തില്ല, അതുകൊണ്ട് എനിക്കെന്തായാലും ഇത് വർത്തായിട്ട് തന്നെയാണ് തോന്നിയത്. അപ്പോൾ എത്ര റേറ്റ് കുറവ് കണ്ടതുകൊണ്ടാണ് ഞാൻ ഓർഡർ ചെയ്തത്. അപ്പോൾ എന്തായാലും നല്ലൊരു പ്രൊഡക്റ്റാണ്. ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. ലിങ്ക് നിങ്ങൾക്ക് അല്ലാന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഗിഫ്റ്റ് പരിപാടി ഉണ്ടല്ലോ, അതുകൊണ്ട് എന്തായാലും കമൻറ്റ് ചെയ്ത് നോക്ക്. ഓക്കെ, നമ്മുടെ അടുത്ത പ്രൊഡക്റ്റ് ഈ ഒരു ക്ലോക്കാണ്. എനിക്കിങ്ങനെ സിമ്പിളായിട്ടുള്ള ക്ലോക്കാണ് വീട്ടിൽ വയ്ക്കാനായിട്ട് ഇഷ്ടം. അതിലധികം ഓവറായിട്ടുള്ള പണികളോ അല്ലെങ്കിൽ പടങ്ങളൊക്കെ ഉണ്ടാവില്ല, എനിക്കതൊന്നും ഇഷ്ടമല്ല. പ്ലെയിൻ ആയിട്ടുള്ള ഒരു ക്ലോക്ക്, അതും ബ്ലാക്കും ഇതേപോലെ വൈറ്റും കൂടെ വരുന്നതാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ എന്തായാലും വീടിൽ പെയിൻ്റ് അടിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വൈറ്റ് ബ്ലാക്ക് ഗ്രേ ആ ഒരു തീമിലാണ് പെയിൻറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലോക്ക് വോളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് സ്യൂട്ടായിട്ട് പോകുമെന്ന് തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കിയ സമയത്ത് ഓർഡർ ചെയ്തതാണ്. വെറും 100 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ബാറ്ററി ഒന്നും വരത്തില്ല കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴും ബാറ്ററി കിട്ടാറില്ലല്ലോ, അല്ലേ? അങ്ങനെയല്ലേ? എനിക്കറിയത്തില്ല. അപ്പോൾ സംഭവം ഞാൻ ബാറ്ററി ഇട്ട് നോക്കി, വർക്കിംഗ് ആണ്. ഇനിയിപ്പോൾ വർക്കിംഗ് അല്ലാന്നുണ്ടെങ്കിൽ ഇത് റിട്ടേൺ അയക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബാറ്ററിയൊക്കെ കിട്ടിയപ്പോൾ തന്നെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് വന്നിട്ട് 2 ദിവസമായി കേട്ടോ. അപ്പോൾ സംഭവം എന്തായാലും കൊള്ളാം. പ്രത്യേകിച്ച് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. എനിക്കതിൻ്റെ ആ ഒരു പാറ്റേണും ആ നമ്പറിൻ്റെ ഒരു പാറ്റേൺ കണ്ടോ, ഒന്ന് വലിയ ലെറ്റർ, ആ ലെറ്ററിൻ്റെ ഫോണ്ട്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഓർഡർ ചെയ്തത്. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. നമ്മൾ ഷോപ്പിലൊക്കെ ഇതിനും എത്രയാണ് റേറ്റ് എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനത്തെ ഒരു സിമ്പിളായിട്ടുള്ള ക്ലോക്കിനൊക്കെ അധികം വില കാണത്തില്ലായിരിക്കും. എന്നാലും ഈ ഒരു റേറ്റിന് കിട്ടും എന്നെനിക്ക് തോന്നുന്നില്ല. അതൊക്കെ മീഷോയിൽ ഇത്ര റേറ്റ് കുറവിൽ നല്ല പ്രൊഡക്റ്റ് കിട്ടത്തുള്ളൂ. പക്ഷെ നമ്മൾ ഈ നല്ല പ്രൊഡക്റ്റ് കിട്ടില്ല എന്ന് പറഞ്ഞ് കുറേ കമൻറ്റ് ചെയ്യാൻ കണ്ടു കേട്ടോ. മീഷോന്ന് എല്ലാം പറ്റിക്കലാണ്, ഞാനും പറ്റിക്കാൻ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കണ്ടു. പക്ഷേ ഉണ്ടല്ലോ, മീഷോയിൽ വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടും. അതിൽ ചീത്ത പ്രൊഡക്റ്റും ഉണ്ടാവും, നല്ല പ്രൊഡക്റ്റും ഉണ്ടാവും. നമ്മൾ റിവ്യൂ നോക്കിയെടുക്കുന്നതിലാണ് അതിൻ്റെ കാര്യം. നമ്മളിപ്പോൾ ഒരുപാട് സെല്ലേഴ്സ് ഉണ്ടാവും, സെയിം പ്രൊഡക്റ്റ് തന്നെ ഒരുപാട് സെല്ലേഴ്സിൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ നല്ല റിവ്യൂ ഉള്ളതും അത്യാവശ്യം ഫോളോവേഴ്സുള്ള സെല്ലേഴ്സിനെയൊക്കെ നോക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പ്രൊഡക്റ്റ് തന്നെ കിട്ടും. ചില പ്രൊഡക്റ്റിനൊക്കെ കുറച്ച് അധികം ഡേയ്സ് ഇപ്പോൾ എടുക്കുന്നുണ്ട് ഡെലിവറി ഡേറ്റ്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഇനി കാണിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റമാണ് കൂടുതൽ ഏറ്റവും വർത്തായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. 6 സെറ്റ് പാത്രങ്ങളാണ്. അതായത് നമ്മൾ ബേസൻ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ആ ഒരു ടൈപ്പ് നല്ലോണം കുഴിവ് വന്നിട്ടുള്ള, നമുക്ക് ഫുഡ് ഇപ്പോൾ ചോറൊക്കെ എടുത്ത് സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ആ ഒരു ടൈപ്പിൽ 6 പാത്രങ്ങളാണ്. അപ്പോൾ ഒന്നിൻ്റെ വലുത്, അതിൻ്റെ വലുത്, അങ്ങനെ ചെറുത് മുതലൊരു അത്യാവശ്യം വലിയ സൈസ് വരെ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ റേറ്റ് കേട്ടാൽ നിങ്ങൾ നെട്ടും. വെറും 190 രൂപയേ ഉള്ളൂ. അതാണ് ഞാൻ തമ്പ്നെയിലിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഞാൻ ഈ വെറും എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന് ആ ഒരു റേറ്റ് കൊടുത്താൽ പോരാ എന്ന് ഉദ്ദേശിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ്. എനിക്ക് ഇൻബോക്സിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, പൈസയ്ക്കൊന്നും ഒരു വിലയില്ലേ, 10 രൂപയാണെങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ള മൂല്യമുണ്ടെന്ന്. ശരിയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇത്രയും സാധനങ്ങൾ ഈ ഒരു റേറ്റിന് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെ അല്ലേ? അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇതിന് മുന്നേ ആണെങ്കിലും ഞാൻ കാണിച്ചിട്ടുള്ള എല്ലാ വീഡിയോസിലും അത്യാവശ്യം റേറ്റ് കുറഞ്ഞ പ്രൊഡക്ട്സാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് തമ്പ്നെയിലിൽ അങ്ങനെ ഇട്ടിട്ടുള്ളത് കേട്ടോ.
ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ഇതാണ്. ഇതിലേറ്റവും ചെറിയ സൈസ് എന്ന് പറയുന്നത് ഞാൻ വിരൽ വെച്ച് കാണിക്കാം. നേരത്തെ ഇഞ്ച് കാണിച്ചപ്പോഴത്തേക്കും ആരും എന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു കമൻറ്റിൽ. ഞാൻ അങ്ങനെ കാണിച്ചതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കും ഇത് നമ്മുടെ ഫോണിൽ കാണുന്ന ഇത് വെച്ചിട്ട് നമുക്ക് അളക്കാൻ പറ്റത്തില്ല എന്തോരം ഉണ്ടെന്ന്. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ഉണ്ട്, ഏറ്റവും ചെറിയത് ഇത്രയും ഉണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കാണുന്ന അങ്ങനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ടേപ്പ് വെച്ച് കാണിച്ചത് കേട്ടോ. അപ്പോൾ അതിന് എന്നെ കുറേ പേര് കളിയാക്കി, സാരമില്ല, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ അതിൻ്റെ വലിയ പ്ലേറ്റ് അല്ല, ബേസിൻ, ആ ഒരു പാത്രം. ഓക്കെ, അപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടെ വലുതല്ലേ ഇത്? കുറച്ച് വലിയ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും വലുതാണ്. ഇനി ഇങ്ങനെ ഓരോന്നിൻ്റെയും വലുത് അങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതിപ്പോൾ രണ്ടാമത്തെ പാത്രമാണ്. ഇനി മൂന്നാമത്തത് കാണിക്കാം. അപ്പോൾ കുറച്ചും കൂടെ വലുതാവും, കണ്ടോ? പക്ഷേ ഇതിന് നല്ല കുഴിവുണ്ട്, നല്ല സ്പേസും ഉണ്ട്. നേരത്തെ കാണിച്ച രണ്ടെണ്ണത്തിനേക്കാളും അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഞാനിനി എന്തായാലും അളവൊന്നും എടുത്ത് കാണിക്കുന്നില്ല, നേരത്തെ തന്നെ കളിയാക്കിയതല്ലേ, ഇനി ആരും കാണണ്ട. അപ്പോൾ കണ്ടോ, നമ്മൾ ഫോണിൽ കാണുമ്പോഴത്തേക്കും എക്സാക്റ്റ് ആ ഒരു ഇത് മനസ്സിലാവത്തില്ലല്ലോ. മൂന്നാമത്തെ ആ ഒരു പാത്രത്തിന് നല്ല കുഴിവുണ്ട്, മറ്റതിനും ഉണ്ട്. പക്ഷേ ഇതിൽ അത്യാവശ്യം നമുക്കിപ്പോൾ ചിക്കൻ കറി അങ്ങനത്തെ കറികളൊക്കെ നമ്മൾ എടുക്കത്തില്ല. അപ്പോൾ നമുക്ക് കുറച്ചൊരു 6-7 പേർക്കുള്ള കറി എന്തായാലും അതിൽ കൊള്ളും. ഈ ഒരു മൂന്നാമത്തെ പാത്രത്തിൻ്റെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. പിന്നെ ഇതിൻ്റെ വലുതാണ് അടുത്തത് വരുന്നത്. അപ്പോൾ ഇത് മൂന്നും കൂടെ വെക്കുമ്പോൾ ആ ഒരു സൈസ് ഡിഫറൻസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ? ആദ്യത്തെ 1ഉം 2ഉം വലിയ വ്യത്യാസമില്ല, എന്നാലും ചെറിയ വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പോൾ നാലാമത്തത് നല്ല വ്യത്യാസമുണ്ട്. ആദ്യത്തെ ആ 3 വെച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യാസമില്ലേ? ഇതെന്തായാലും കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇതിന് നല്ല ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഈ ഒരു റേറ്റ് കുറവാണെന്ന് വിചാരിച്ചിട്ട് ഇതിന് ഒട്ടും അതിൻ്റെ ക്വാളിറ്റിയിൽ ഒരു കുറവുമില്ല. നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്, നല്ല കട്ടിയുണ്ട്, നല്ല കട്ടിയുണ്ട്. പിന്നെ ഈ ഒരു പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നതുകൊണ്ട് സെല്ലർക്ക് എന്ത് ലാഭമാണുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. 0 ആയിരിക്കും ലാഭം. കാരണം ഇത് ഇത്രയും റേറ്റിന് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു നഷ്ടക്കച്ചവടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒക്കെ ഒരു അറിവ് വെച്ചിട്ട് കടയിൽ ഒരു 900 രൂപയെങ്കിലുമൊക്കെ ആകും ഇത്രയും പാത്രം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഇത് 5 വെച്ചപ്പോൾ തന്നെ എൻ്റെ ഫോണിൽ സ്പേസ് തീർന്നു. കാണിക്കാൻ വേണ്ടി ഞാൻ കുറച്ച് സ്റ്റാൻഡിൽ നിന്ന് മാറ്റി കാണിക്കാം. 6ാമത്തത് ഇതാണേ. കണ്ടോ ഡിഫറൻസ്? കണ്ടോ? ഓരോ പാത്രം എടുക്കുമ്പോഴും അളവിൽ വന്ന വ്യത്യാസം കണ്ടോ? ഇതാണ് ഏറ്റവും വലുത്. നമുക്ക് ചോറൊക്കെ എടുത്ത് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. കാരണം നല്ല കുഴിവും ഉണ്ട്, നല്ല വലിപ്പവും ഉണ്ട്. കണ്ടോ, നല്ല പ്രൊഡക്റ്റ്സ് അല്ലേ? ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. വീട്ടിലെ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടുക്കളയിൽ നിൽക്കുന്നവർക്ക് ഭയങ്കര താല്പര്യമായിരിക്കുമല്ലോ ഇങ്ങനത്തെയൊക്കെ. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ, നല്ല പ്രൊഡക്റ്റാണ്, നല്ല റേറ്റിങ്ങും ഉണ്ട്. പിന്നെ ഇതിൻ്റെ തന്നെ റേറ്റിംഗ് കുറവുള്ള സെല്ലേഴ്സ് ഉണ്ട്, അവരുടെ അടുത്തൊന്നും വാങ്ങിക്കേണ്ട എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം റിവ്യൂവിൽ കുറച്ച് മോശമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു, എന്തോ ഡാമേജ് ഉള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു ചളുങ്ങിയ പോലെയുള്ള ഇമേജൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല സെല്ലേഴ്സിൻ്റെ അടുത്തുനിന്ന് നോക്കി വാങ്ങിക്കുക. ഇപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ളതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ലിങ്ക് ചോദിച്ചാൽ ഞാൻ ലിങ്ക് ഇട്ട് തരാം. കഴിഞ്ഞ വീഡിയോയിൽ ലിങ്ക് ഞാൻ ഇട്ടിട്ടില്ല, ഞാൻ എന്തായാലും ലിങ്ക് ഇട്ട് കൊടുക്കുന്നതായിരിക്കും. അത് ഞാൻ വിട്ടുപോയതാണ് കേട്ടോ. ഞാനത് പിന്നെ ഞാൻ സ്റ്റുഡിയോയിൽ നോക്കിയപ്പോഴാണ് കുറേ കമൻറ്റ് വന്നിട്ടുണ്ട്. ഞാൻ എല്ലാത്തിൻ്റെ ലിങ്ക് ഇട്ട് തരാവേ. ഇത് ഞാൻ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ്. ഇതെന്തായാലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റ് തന്നെ. ഇതെല്ലാവരും വാങ്ങിച്ചു നോക്കുക കേട്ടോ, നല്ല പ്രൊഡക്റ്റാണ്. ഇതൊന്നും എനിക്ക് ടാഗ് പ്രൊഡക്ട്സിൽ കൊടുക്കാൻ പറ്റുന്നില്ല, അതാണ് മെയിൻ പ്രശ്നം. ഫ്ലിപ്കാർട്ട്, മിന്ത്ര ഒക്കെയാണ് ടാഗ് പ്രൊഡക്ട്സിൽ കൊടുക്കാൻ പറ്റുന്നത്, മീഷോ കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് എല്ലാ കമൻറ്റിനും റിപ്ലൈ ആയിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല ലിങ്ക്. അപ്പോഴത്തേക്കും ഒരുപാട് സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഡിലേ. ഓരോന്നിനും ഞാൻ കൊടുത്ത് വരുവാണ്. എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഗിഫ്റ്റിൻ്റെ കാര്യം ആരും മറന്നു പോയിട്ടില്ലല്ലോ, അത് നടക്കട്ടെ. അതിൻ്റെ കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് ഈ നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്കൊക്കെ ആയിട്ട് ആർക്കാണ് കിട്ടിയ ഭാഗ്യശാലികളെന്നറിയാം. വലിയ ഗീവ് അവേ പോലെയൊന്നും അല്ല കേട്ടോ, ഞാൻ ചെറിയൊരു ഗിഫ്റ്റായിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ സ്റ്റിച്ചിങ് വീഡിയോസൊന്നും ഞാൻ വിട്ടിട്ടില്ല കേട്ടോ, ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇടയ്ക്ക് ചെറിയ മീഷോ ഫൈൻസും കുറച്ച് ലൈഫ് സ്റ്റൈൽസൊക്കെ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പോൾ ഇന്നത്തേക്ക് നിർത്തുവാണ്, ഇത്രയേ ഉള്ളൂ.